പ്രസൻറ്റ് ആയിരിക്കുന്നത് ഡുസൽഡോഫ് എന്നും ഡസൽഡോഫ് എന്നും, എന്നാൽ ഞാൻ ഡസൽഡോഫ് എന്ന് പറയുന്ന ജർമ്മനിയിലെ സ്ഥലത്താണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ കസിൻസൊക്കെ ഇവിടെ ഉണ്ടാവും. സോ അവരെ കാണുക എന്നുള്ളതാണ്, അവർ കാണുക, അവരുടെ കൂടെ സ്ഥലങ്ങളിലൊക്കെ പോകുക, അതാണ് എൻ്റെ മെയിൻ പരിപാടി. സോ ഇന്ന് നമ്മളിപ്പോൾ കൊളോൺ കത്തീഡ്രലിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ, ട്രെയിനിൽ പോകാൻ ടിക്കറ്റ് എടുക്കുന്ന ഇടത്തിപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ അവരുള്ളതുകൊണ്ട് എനിക്ക് സ്ഥലങ്ങളൊക്കെ, ഞാൻ സാധാരണ പോകുമ്പോഴത്തേക്ക് നമ്മൾ റിസർച്ചൊക്കെ നടത്തി അങ്ങനെയൊക്കെ പോകുന്നത്, ഇവരുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനില്ല. പോകേണ്ടതൊക്കെ അവർ തന്നെ ചെയ്തോളും. അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി. ഇപ്പോൾ നമ്മൾ ട്രെയിൻ കയറാനായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിൽ കയറാനുള്ളതിനേക്കാളുള്ള തിരക്കാണ് ഇവിടുത്തെ ട്രെയിനിൽ കയറാനായിട്ട് പോയപ്പോൾ ഞാൻ കണ്ടത്. എല്ലാവരും തിക്കി തിരക്കിയൊക്കെ നിൽപ്പുണ്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നമ്മൾ പോകുന്നത് കത്തീഡ്രലിലേക്കാണ്. അതെ, അങ്ങനെ ചാടി തുള്ളി ആൾക്കാരെ തട്ടിയൊക്കെ ഇട്ട് ഇപ്പം കത്തീഡ്രലിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കത്തീഡ്രൽ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്ക് ജർമ്മനി വന്നു കഴിയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഈ ഡസൽഡോഫ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, ഇവന്മാർ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇതിൻ്റെ പുറകിലുള്ളൊരു ഹിഡൻ മിസ്റ്റീരിയസ് ഒരു സ്റ്റോറി ഉണ്ട്. അതാണ് ഇതിനെ ഏറ്റവും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ആ സ്റ്റോറി എന്ന് വെച്ചാൽ 640 വർഷത്തിന് മേളിലായിട്ടും പണി തീരാത്ത പള്ളിയോ, യെസ്, ആ പള്ളിയാണ് ഈ പള്ളി. ഇത്രയും നാളായിട്ടും ഇതിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. 1248 ഇതിൻ്റെ പണി തുടങ്ങിയതാണെന്നാണ് ഞാൻ വായിച്ചേക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള യൂറോപ്യൻ പള്ളികളിലെല്ലാം ബീറ്റ് ചെയ്ത് മുമ്പിൽ വരാനായിട്ട് തുടങ്ങിയൊരു പള്ളിയായിരുന്നിത്. പക്ഷേ അതിൻ്റെ ശില്പി, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനറിന് നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഡെവിൾ കൊണ്ടു കൊടുത്തൊരു ഡിസൈനാണ് ഇതെന്നാണ് പറയുന്നത്. അത് കേട്ടത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഡെവിൾ കൊണ്ടു കൊടുത്തൊരു ഡിസൈന് ഇൻസ്പയർ ആയിട്ട് ഈ ഡിസൈനർ ചെയ്തൊരു പള്ളിയാണ് ഇതുപോലും. അന്ന് ഒരു നദിക്കരയിൽ ഇണങ്ങാണ്ട് ഈ ഡെവിള് ഇതിൻ്റെ പടം ഇങ്ങനെ മണ്ണിൽ വരയ്ക്കുകയാണ് ചെയ്തപ്പം ശില്പിക്ക് അത് ഇഷ്ടപ്പെട്ട് ശില്പി ചോദിച്ചു, ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പകരമായിട്ട് എന്ത് തരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഡെവിള് പറഞ്ഞു, 3 വർഷത്തിനുള്ളിൽ ഇത് പണി തീർക്കാൻ ഞാൻ സഹായിക്കാം. അതിൻ്റെ പിറ്റേന്ന് കോഴി കൂവുന്നതിന് മുമ്പേ ഇവരുടെ ആത്മാവിനെ, ഈ ഡിസൈനറിൻ്റെയും ഭാര്യയുടെയും മോൻ്റെ ആത്മാവിനെയും ഡെവിൾ എടുക്കുമെന്നാണ് ഡെവിൾ പറഞ്ഞിരുന്നത്. 3 വർഷത്തിനുള്ളിൽ എന്തായാലും ഇത്രയും വലിയൊരു പള്ളിയുടെ പണി തീരത്തില്ലെന്ന് തന്നെയാണ് ഡിസൈനർ കരുതിയിരുന്നത്. പക്ഷേ പണി വേഗം തീരാറായി. അങ്ങനെ അപ്പം വൈഫിനും ഡിസൈനറിനൊക്കെ ആകെ പേടിയായി തുടങ്ങി. അങ്ങനെ 3-ാം വർഷത്തെ അവസാന ദിവസം ലാസ്റ്റ് കല്ല് വയ്ക്കുന്നതിന് മുമ്പേ ഈ പുള്ളിയുടെ വൈഫ് എന്ത് ചെയ്തു, കോഴി കൂവുന്ന പോലെ കൂവാൻ തുടങ്ങി. ഇത് കേട്ട് മറ്റേ കോഴിയെല്ലാം കൂവാൻ തുടങ്ങി പോലും. അതിനുശേഷം അവർ അവസാനത്തെ കല്ല് വെച്ചിട്ട് പണി അങ്ങ് പൂർത്തിയാക്കി. കോഴി കൂവുന്നതിന് മുന്നേ പണി തീർത്ത് ജീവൻ എടുക്കുമെന്നായിരുന്നല്ലോ നമ്മുടെ ഡെവിളിൻ്റെ ഡീല്. അതങ്ങനെ പണി അങ്ങ് പാളി. ആ ദേഷ്യത്തിൽ ഡെവിൾ എന്ത് ചെയ്തു, കത്തീഡ്രലിൻ്റെ ഒരു വശം അങ്ങ് തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവർക്കൊരു കേഴ്സും കൊടുത്തു, ഇതിൻ്റെ പണി ഒരിക്കലും കഴിയത്തില്ല, ഇനി ഇൻ കേസ് ഈ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകാവസാനമാണ് പോലും. അതും പണിയായില്ലേ. സോ അതായിരുന്നു ഡെവിളിൻ്റെ ഒരു കേഴ്സ്. ഇന്ന് ഞാൻ ആ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, എപ്പോൾ ചെന്നാലും സ്റ്റിൽ ആ പണികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി ഈ പള്ളിയിലുണ്ടാവും. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇതാണ് ഞാൻ ഈ പള്ളിയെപ്പറ്റി കേട്ടിരിക്കുന്നൊരു സ്റ്റോറി. ഇതിൽ എത്രത്തോളം എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞൊരു മിസ്റ്റീരിയസ് ആണ് ഈ സംഭവം, ഈ കഥ. അപ്പോൾ ഇതൊക്കെയാണ് കഥയുടെ ഭാഗം. ഇപ്പോൾ നമുക്ക് കഥ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വായിച്ചിട്ടുള്ളൊരു കഥ, കേട്ടിട്ടുള്ളൊരു കഥ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ അകമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ പള്ളിയുടെ അകവും പള്ളിയുടെ പുറമൊക്കെ കാണു കഴിഞ്ഞാൽ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നല്ലൊരു നമ്മൾ ഡിഫറെൻ്റായിട്ട് പള്ളി നമ്മൾ കാണുന്ന രീതിക്കുള്ള പള്ളി, എപ്പോഴും കാണുന്ന കണക്കുള്ള പള്ളികളിലകത്തുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കുള്ള കളറുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്.
ഈ പള്ളിക്ക് അടിയിലേക്ക് നമുക്ക് പോയി കാണാനായിട്ടൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നി. ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു സൈഡാണ്. അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് കുറച്ച് പേടി. അതിൻ്റെ ഫൗണ്ടേഷനും ഇത്ര വശങ്ങളായിട്ട് നിൽക്കുന്നൊരു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്കൊക്കെ കയറാനായിട്ട് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈ പള്ളിയുടെ എല്ലാം ചുറ്റി കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണേ. ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ റൈൻ റിവറും ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റൈൻ റിവർ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നേരെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ബ്രിഡ്ജാണ്. ഈ പള്ളിയോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന് അത് ഈ റൈൻ റിവറിൻ്റെ ക്രോസ് ചെയ്തിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് റൈൻ റിവറും അതിൻ്റെ ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ലവ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലവ് സക്സസ് ആയി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കൊണ്ടിങ്ങനെ പൂട്ടി വെക്കുമെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ റൈൻ റിവറിൽ. ഈ ബ്രിഡ്ജിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസം ഇവിടെ കാണാനൊക്കെ. സോ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സിറ്റിയിൽ നടക്കാനായിട്ട് ഇറങ്ങി. മെയിൻ എൻ്റെ ഉദ്ദേശം ജർമ്മനി വന്നു കഴിഞ്ഞാൽ DM-ൽ പോകാം. അതൊരു സൂപ്പർ മാർക്കറ്റ് പോലൊരു ഷോപ്പാണ്. അവിടെ വൈറ്റമിൻസ് മേടിക്കുക. നമ്മൾ ഓൾമോസ്റ്റ് DM-ൻ്റെ അവിടെ എത്തി. ഇവിടുത്തെ വൈറ്റമിൻസ് ഭയങ്കര ചീപ്പാണ്. എനിക്ക് ഇത്രയും കൺട്രീസ് ഞാൻ കവർ ചെയ്തിട്ടും ഏറ്റവും വൈറ്റമിൻസ് എനിക്ക് ചീപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് DM-ൽ നിന്നാണ്. ഇവിടെ എനിക്ക് മെയിനായിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻ C, പിന്നെ മൾട്ടി വൈറ്റമിൻസ്, ഒമേഗ ടാബ്ലറ്റ്സ്, അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഇവിടുന്ന് മേടിക്കാറുള്ളത്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു വൈറ്റമിൻ ഈ ഒരു ബോട്ടിലിന് അതിനകത്തൊരു 20 ടാബ്ലറ്റ് ഉണ്ടാവും, ഫ്രണ്ട്സ് ടാബ്ലറ്റ് ഉണ്ടാവും. അതിനൊരു നാട്ടിൽ 40 രൂപയൊക്കെ ആകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. 40 രൂപ അങ്ങനെ കണ്ടുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ 0.5 ആണ് കാണിക്കുന്നത്. അത്രയും ഇപ്പോൾ 40 രൂപയൊക്കെ ആകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ മേടിക്കുന്ന ഈ ഒമേഗ, അത് പ്രത്യേകിച്ച് വീട്ടുകാർക്ക്. ഞാനിവിടെ ജർമ്മനി വന്ന കാലം തൊട്ടിട്ട് എൻ്റെ വീട്ടുകാരും വൈറ്റമിൻസ് കഴിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദേ പള്ളിയുടെ പരിസരത്ത് പിന്നെയും വന്ന് ഈ രാത്രിയിലൊക്കെ ഈ പള്ളി കാണുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പേടി തോന്നും. ഞാൻ പറഞ്ഞ കണക്ക് ഒരു ഡാർക്ക്നെസ് ആണ് മൊത്തത്തിൽ. സോ ഇതാണ് എൻ്റെ ഡിസൽഡോർഫിലെ Day 1 വിശേഷങ്ങൾ. Day 2 വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ബാക്ക് ടു റൂമിലേക്ക് പോവാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.